ഇന്ത്യയിൽ ISL എന്നൊരു ഫുട്ബോൾ ലീഗ് ഉണ്ടായിരുന്നു. ആ ഒരു ISL കേരളത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊരു ക്ലബ്ബ് കളിക്കുന്നുണ്ടായിരുന്നു എന്നൊരു കാര്യം പോലും നമ്മളിൽ പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു. കാര്യം നമുക്ക് ചാമ്പ്യൻസ് ലീഗും അതുപോലെ ലാലിഗയും പ്രീമിയർ ലീഗും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ നമ്മുടെ ISLന്റെ ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. AIFF ഓരോ ആഴ്ചയിലും ഓരോ മീറ്റിംഗ് വിളിച്ചു കൂട്ടാന്നല്ലാതെ വ്യക്തമായ ഒരു നടപടിയും ഇതുവരെ എടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പം കിട്ടുന്ന ന്യൂസ് അനുസരിച്ച് ഫെബ്രുവരിയോട് കൂടി ISL പുനരാരംഭിക്കും എന്നൊരു വാർത്തയാണ് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനെ തേടിയെത്തുന്നത്. വെറും 3 മാസങ്ങൾ കൊണ്ട് തീരുന്ന ഒരു സീസൺ. ഏതായാലും ഈ ഒരു ISL സീസൺ നടക്കാൻ പോകുന്നത് 7 ടീമുകൾ അടങ്ങുന്ന 2 ഗ്രൂപ്പുകളായിരിക്കും. ഹോം എവേ മത്സരങ്ങളൊന്നുമില്ല, ന്യൂട്രൽ വെന്യൂവിൽ വെച്ചായിരിക്കും മത്സരം നടക്കാൻ പോകുന്നത്. മിക്കവാറും കൊൽക്കത്തയിലും ഗോവയിലും വെച്ചായിരിക്കും മത്സരം. 7 ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ മൊത്തം ഒരു ടീമിന് 12 മത്സരങ്ങളാണ് ലഭിക്കുക. ഈ ഒരു 2 ഗ്രൂപ്പുകളിൽ നിന്ന് ടോപ്പ് വരുന്ന 4 ടീമുകളെ സെലക്ട് ചെയ്ത് അവർ നോക്കൌട്ട് മത്സരം കളിച്ചുകൊണ്ട് സെമി ഫൈനലിലേക്ക് 4 ടീമുകളെ സെലക്ട് ചെയ്യും. ഈ 4 ടീമുകൾ വീണ്ടും നോക്കൌട്ട് മത്സരം കളിച്ചുകൊണ്ട് ആ ഒരു സെമി ഫൈനലിൽ നിന്ന് 2 ടീമുകൾ ഫൈനലിലേക്ക് ക്വാളിഫൈ ആവും. ഈ രീതിയിലാണ് ഇപ്പം വരാൻ പോകുന്ന ലീഗ് ക്രമീകരിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു രീതിയിലെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒന്ന് നടന്ന് കണ്ടാൽ മതി. പക്ഷെ ഇതിന്റെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. AFCയുടെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് പ്രകാരം ഒരു ക്ലബ്ബ് ഒരു സീസണിൽ 24 മത്സരങ്ങളെങ്കിലും മിനിമം കളിക്കണം എന്നൊരു കാര്യമുണ്ട്. സോ ആ ഒരു ക്രൈറ്റീരിയ എടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളും ഇപ്പൊ ഈ വരാൻ പോകുന്ന സീസണിൽ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പണി പാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്.